കുറിച്ചുള്ള നേർചിത്രം റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി സീനിയർ അധ്യാപിക അനുപമ ടീച്ചറെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. An annual day is a time to reflect on our achievements, growth and milestones of the past year. To present the school's annual report, which highlights the academic, cultural and co-curricular accomplishments of our institution, I invite our respected senior teacher, Mrs. Anupama, to kindly come forward and present the report. ഏവർക്കും നമസ്കാരം. വടക്കാഞ്ചേരി നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ശാന്തസുന്ദരമായ ഒരു വിദ്യാലയ ഭൂമിക, അതാണ് വടക്കാഞ്ചേരി ഗേൾസ് ഹൈസ്കൂൾ. സ്ത്രീ വിദ്യാഭ്യാസ മുന്നേറ്റ ചരിത്രത്തിൽ ഒരു നൂറ്റാണ്ടിലേറെ പിന്നിട്ട ഈ കലാലയം പാഠ്യേതര മേഖലകളിൽ വിജയങ്ങളുടെ പൊൻതൂവൽ ചാർത്തിക്കൊണ്ട് കെട്ടും മട്ടും മാറി പുത്തൻ പരിവേഷത്തോടെ ജൈത്രയാത്ര തുടരുന്നു. സംസ്ഥാന തലം വരെ വിവിധ പരിപാടികളിൽ കുട്ടികളെ പങ്കെടുപ്പിച്ച് മികവിൻ്റെ ഇടമായി മാറിയിരിക്കുന്ന നമ്മുടെ ഈ അക്ഷരമുറ്റം ശാന്തമായ നേതൃത്വവും കെട്ടുറപ്പുള്ള അണികളും വിജയം കൊയ്തെടുക്കുകയാണ്. നിഷ്പക്ഷവും ശക്തവുമായും തീരുമാനമെടുക്കുന്ന നമ്മുടെ ഹെഡ് മിസ്ട്രസും ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം അധ്യാപകരും ഈ വിദ്യാലയത്തിൻ്റെ മുതൽക്കൂട്ടാണ്. ഈ വിദ്യാലയത്തിന് എങ്ങും താങ്ങും തണലുമായി വടക്കാഞ്ചേരി നഗരസഭ എന്നും എപ്പോഴും ഞങ്ങളോട് കൂടെയുണ്ട്. PTA, MPTA, SMC സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഊർജ്ജസ്വലമായി പ്രവർത്തിച്ചു വരുന്നു. അതിൻ്റെ തെളിവാണ് ഇന്ന് ഈ വർഷത്തെ അഴക് 2026 സ്കൂൾ വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും പൂർവാധികം ഭംഗിയായി സംഘടിപ്പിക്കാനായത്. ഈ വർഷം 4 അധ്യാപകരാണ് സേവന രംഗത്ത് നിന്നും വിരമിക്കുന്നത്. പൊതുവിദ്യാലയങ്ങൾ മികവിൻ്റെ ഇടങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിൻ്റെ ആക്കം കൂട്ടാനായി SFC, ATL, YIP, ലിറ്റിൽ കൈറ്റ്സ്, GRC വിവിധ ഭാഷാശാസ്ത്ര ക്ലബ്ബുകൾ ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. 2025 SSLC പരീക്ഷയിൽ തുടർച്ചയായി 4ാം തവണയും 100% വിദ്യാർത്ഥികളെ നമ്മൾ വിജയിപ്പിച്ചു. 181 പേർ പരീക്ഷ എഴുതിയതിൽ 26 പേർക്ക് ഫുൾ A+, 12 പേർക്ക് 9 A+ നമുക്ക് നേടാനായി. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശ്ശൂർ ജില്ല 2ാം സ്ഥാനം നേടിയപ്പോൾ ആ അഭിമാന നിമിഷത്തിൽ ഭാഗമാകാൻ നമ്മുടെ മിടുക്കികൾക്ക് കഴിഞ്ഞു. അറബി കഥാപ്രസംഗം സൻഹ PA, അറബി പോസ്റ്റർ നിർമ്മാണം മിർഫ ഫാത്തിമ, അറബി പദ്യം ചൊല്ലൽ ലസ്ന K ഷമീർ എന്നീ വിദ്യാർത്ഥികൾ സംസ്ഥാന കലോത്സവത്തിൽ A ഗ്രേഡ് കരസ്ഥമാക്കി. 2025-26 വർഷത്തെ സബ് ജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന നമ്മുടെ മിടുക്കികളിൽ 12 ഇനങ്ങളിൽ ഫസ്റ്റ് A ഗ്രേഡ് നേടുകയും ജില്ലാ കലോത്സവത്തിൽ 11 കലാകാരികളെ പങ്കെടുപ്പിക്കുകയും ചെയ്തു. ഈ വർഷത്തെ ശാസ്ത്രമേളയിൽ ഗണിതശാസ്ത്ര വിഭാഗത്തിൽ സംസ്ഥാന തലത്തിൽ സ്കൂൾ പ്രൊജക്റ്റിന് നമ്മുടെ വിദ്യാലയത്തിലെ അശ്വതി അനിൽകുമാർ A ഗ്രേഡ് കരസ്ഥമാക്കി. ജില്ലാതല IT മേളയിൽ ഇലക്ട്രോണിക് പ്രൊജക്റ്റിന് ശ്രീലക്ഷ്മി KS A ഗ്രേഡ് ലഭിക്കുകയുണ്ടായി. അധ്യാപകർക്കുള്ള ടീച്ചിങ് എയ്ഡ് മത്സര ഇനത്തിൽ നമ്മുടെ വിദ്യാലയത്തിലെ ഗണിതാധ്യാപിക ശ്രീമതി AM ദീപ ടീച്ചർ സംസ്ഥാന തലത്തിൽ A ഗ്രേഡ് കരസ്ഥമാക്കി. സ്കൂൾ കായികമേള റവന്യൂ ജില്ലാ മത്സരങ്ങളുടെ മികച്ച സംഘാടനത്തിന് നമ്മുടെ കായിക അധ്യാപകൻ ശ്രീ KK മജീദ് മാഷിന് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ അംഗീകാരം ലഭിക്കുകയുണ്ടായി. SPC കോർഡിനേറ്ററായി മജീദ് മാഷിന് തൃശ്ശൂർ ജില്ലയിലെ ബെസ്റ്റ് CPO ആയി തിരഞ്ഞെടുക്കുക കൂടി ചെയ്തു. അതുപോലെ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 100 മീറ്റർ ഓട്ട മത്സരത്തിൽ നമ്മുടെ വിദ്യാലയത്തിലെ അനില ടീച്ചർക്ക് 2ാം സ്ഥാനം ലഭിച്ചു. ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങൾക്ക് ആനിമേഷൻ പ്രോഗ്രാമിംഗ്, മൊബൈൽ ആപ്പ് നിർമ്മാണം, ഗ്രാഫിക് ഡിസൈനിങ്, മലയാളം കമ്പ്യൂട്ടിംഗ്, ഇലക്ട്രോണിക്സ്, AI റോബോട്ടിക്സ് എന്നീ മേഖലകളിൽ പ്രത്യേക പരിശീലനം നൽകി വരുന്നു. ഈ വർഷത്തെ ജില്ലാതല ലിറ്റിൽ കൈറ്റ്സ് ക്യാമ്പിലേക്ക് ഫിദ നഹറിൻ KS തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ JRC ഇവിടെ മികച്ച പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. ശ്രദ്ധേയമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാഴ്ചകൊണ്ട് നമ്മുടെ SPC യൂണിറ്റ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 2026 തൃശ്ശൂർ ജില്ലാ റിപ്പബ്ലിക് ദിന പരേഡിൽ SPC വിഭാഗത്തിൽ ഗേൾസ് പ്ലാറ്റൂണിന് നമ്മുടെ കേഡറ്റ്സിനാണ് 1ാം സ്ഥാനം ലഭിച്ചത്. ഈ വിവരം ഇവിടെ ഈ സമയത്ത് ഏറ്റവും അഭിമാനത്തോടു കൂടി പങ്കുവയ്ക്കാനായി ഞാൻ ആഗ്രഹിക്കുകയാണ്. വൺ സ്കൂൾ വൺ പ്രൊജക്ട് ഭാഗമായി SPC ഡ്രസ് ബാങ്ക് ഉദ്ഘാടനം നകുൽ രാജേന്ദ്രൻ ദേശ്മുഖ് IPS സർ നിർവഹിച്ചു.
ഡ്രസ് ബാങ്ക് ഇന്നും ഒരു സ്നേഹ ബാങ്കായി നമുക്കിടയിൽ പ്രവർത്തിച്ചു വരികയാണ്. അതുപോലെ കഴിഞ്ഞ അവധിക്കാലത്ത് പ്രദേശത്തെ വിദ്യാർത്ഥികൾക്ക് ചിത്രരചന, നൃത്തം തുടങ്ങി വിവിധ മേഖലകളിൽ സൗജന്യമായി പരിശീലനം നൽകാനായി നമുക്ക് സാധിച്ചു. ഒരാഴ്ച കാലം നീണ്ടു നിൽക്കുന്ന ക്രിയേറ്റീവ് വർക്ക്ഷോപ്പ് അതാണ് നമ്മൾ സംഘടിപ്പിച്ചത്. 5ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ബാഗും പഠനോപകരണങ്ങളും നമ്മൾ സൗജന്യമായി നൽകുകയാണ് ഉണ്ടായത്. അതുപോലെ നൂതനാശയങ്ങൾ വികസിപ്പിക്കുന്നതിനും പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതിനും വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നതിനായി ഏകദിന ഡിസൈനിങ് തിങ്കിങ് ശില്പശാല സംഘടിപ്പിച്ചു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ് എന്നീ മേഖലകളിൽ തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് എല്ലാ ആഴ്ചയും 2 മണിക്കൂർ സൗജന്യമായി പരിശീലനം നൽകി വരുന്നു. സാമൂഹ്യശാസ്ത്ര ക്ലബ്ബ് വടക്കാഞ്ചേരിയിലെ ചരിത്രശേഷിപ്പുകൾ കണ്ടെത്തുന്നതിനും വിവരശേഖരണത്തിനുമായി ഏകദിന ഫിലിം ട്രിപ്പ് സംഘടിപ്പിച്ചു. ഈ അധ്യയന വർഷത്തെ SSLC വിദ്യാർത്ഥിനികൾക്കായി രാമക്കൽമേട്, മൂന്നാർ എന്നിവിടങ്ങളിലേക്ക് 2 ദിവസത്തെ പഠന വിനോദയാത്രയും UP വിദ്യാർത്ഥികൾക്കായി പോത്തുണ്ടി, നെല്ലിയാമ്പതി എന്നിവിടങ്ങളിലേക്ക് ഏകദിന പഠനയാത്രയും നടത്തി. അതുപോലെ UP വിഭാഗത്തിലെ വിദ്യാർത്ഥികളിൽ നിന്ന് ലോക ഭക്ഷ്യ ദിനാചരണത്തിൻ്റെ ഭാഗമായി ചെറുധാന്യങ്ങൾ ഉപയോഗിച്ചുള്ള ഭക്ഷ്യമേള UP വിഭാഗം വിദ്യാർത്ഥികൾ വളരെ നന്നായി സംഘടിപ്പിക്കുകയും സ്റ്റേറ്റ് ഇൻക്ലൂസീവ് കായിക മേളയിൽ പങ്കെടുത്ത ബൊക്കെ ഗെയിമിൽ തൃശ്ശൂർ ജില്ലയെ പ്രതികരിച്ച് സബ് ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ സിൽവർ മെഡൽ അമൃത കൃഷ്ണ TS നേടുകയുണ്ടായി. അതുപോലെ തൻ്റെ വൈകല്യത്തെ മറികടന്നുകൊണ്ട് ബീഡ്സ് ക്രാഫ്റ്റിലൂടെ കുഞ്ചു എന്ന പേരിൽ ഒരു സംരംഭം ആരംഭിച്ച് സ്വന്തമായി ചെറിയ മാലയും വളകളും നിർമ്മിച്ചുകൊണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ സംരംഭകയായി നമ്മുടെ എല്ലാം പ്രിയങ്കരയായ അപർണ തൻ്റെ ജീവിതത്തിലെ പുതിയ അധ്യായം തുടങ്ങുകയാണ്. 2026 SSLC റിസൾട്ട് മെച്ചപ്പെടുത്തുന്നതിനായി നമ്മൾ അധ്യാപകർ ഒന്നിച്ചു നിന്ന് തീവ്ര പരിശീലന ക്ലാസുകൾ ആരംഭിക്കുകയും 4:30 വരെയും ശനിയാഴ്ചകളിലും അധിക പഠന ക്ലാസ് സംഘടിപ്പിച്ച് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നടത്തി വരുന്നു. താങ്ക് യു all for hearing me.